ഇന്ന് നമുക്ക് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട 2-3 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചെയ്യാം. കലണ്ടർ സാധാരണ ബാങ്കിന്റെ എക്സാമിനേഷൻ ഒന്നും വരാറില്ല. പക്ഷേ PSCയുടെ എക്സാമിനേഷന്, SSCയുടെ എക്സാമിനേഷന്, പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു ദിവസം തന്നാൽ ആ ദിവസം ഏത് തീയതിയാണ്, കാൽക്കുലേറ്റ് ഡേ ഓഫ് എ പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റ് തന്നാൽ, അതായത് 4th June 1783, ഇത് ഏത് ദിവസമാണ് എന്ന് കണ്ടുപിടിക്കുക. സാധാരണ ചോദിക്കാറുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് 3 ടേബിൾ കാണാതെ പഠിച്ചു വെക്കണം. അത് ഏതൊക്കെയാണ് ടേബിൾ എന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ഓരോ മന്തിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് ഒന്ന് കാണാതെ പഠിക്കണം. ഇതിൽ എഴുതിയിരിക്കുന്നത് നോൺ ലീപ്പ് ഇയർ ഉണ്ട്, ലീപ്പ് ഇയർ ഉണ്ട്. ജനുവരി, ഫെബ്രുവരി ഒഴിച്ച് ബാക്കിയുള്ള, അതായത് ജനുവരിയും ഫെബ്രുവരിയും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മാസങ്ങൾക്കും ലീപ്പ് ഇയർ ആണെങ്കിലും നോൺ ലീപ്പ് ഇയർ ആണെങ്കിലും ഒരേ ദിവസം ഒരേ ഫിഗർ തന്നെയാണ് തന്നിരിക്കുന്നത്. 4-0-2-5-0-3-6-1-4-6 4-0-2-0-0-3-6-1-4-6. അതിന് മാറ്റമില്ല. പക്ഷെ ജനുവരിക്കും ഫെബ്രുവരിക്കും മാത്രമേ ഉള്ളൂ നോൺ ലീപ്പ് ഇയറിന് ലീപ്പ് ഇയറിന് വ്യത്യാസമുണ്ട്. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നോൺ ലീപ്പ് ഇയറിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് ലീപ്പ് ഇയറിലേക്ക് വരുന്നത്. നോൺ ലീപ്പ് ഇയർ ജനുവരിക്ക് 1 ആണെന്നുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആകുമ്പോഴത്തേക്ക് 0. ഫെബ്രുവരിക്ക് 4 ആണെന്നുണ്ടെങ്കിൽ അത് 1 കുറച്ചിട്ട് ലീപ്പ് ഇയർ ആകുമ്പോൾ 3. അത്രേ ഉള്ളൂ ഓർക്കാൻ. മറ്റേതും ഓർക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസങ്ങൾക്ക് 144, 025, 036, 146. ഇങ്ങനെ ഓർത്തിരിക്കുക. 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. 025 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ്. 036 എന്ന് പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. 146 എന്ന് പറയുമ്പോൾ 12ന്റെ സ്ക്വയർ പ്ലസ് 2 എന്നോർത്തിരുന്നാൽ മതി. അപ്പൊ ആദ്യത്തെ 12ന്റെ സ്ക്വയർ, രണ്ടാമത്തെ 5ന്റെ സ്ക്വയർ, മൂന്നാമത്തെ 6ന്റെ സ്ക്വയർ, നാലാമത്തെ വരുമ്പോൾ 12ന്റെ സ്ക്വയറിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി അടുത്തത് സെഞ്ചുറി. ഓരോ സെഞ്ചുറിക്കും ഓരോ കോഡുണ്ട്. ഇത് ശരിക്ക് 1900-ന് 0, 1800-ന് 2, താഴേക്ക് പോകുമ്പോൾ 2 വീതം കൂടിക്കൂടി വരും. 1600 6, 1500 ആയപ്പോൾ പിന്നെ 0 ആയി. അപ്പൊ ആ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം 2006 ആണെന്നുണ്ടെങ്കിൽ 1600-ന് 6. അപ്പൊ 0-2-4-6, 0-2-4-6, 0-2-4-6. ഇത് ഇത്രയൊന്നും കാണാൻ പഠിച്ചു. 1900-ന് 1900-ന് 0 ആണ്, 1800 2 ആണ്, 1700 4 ആണ്, 1600 6 ആണ്, 1500-ന് 0 ആണ്. അപ്പൊ 1400-ന് 2 ആയിരിക്കും, 1300-ന് 4 ആയിരിക്കും, 1200-ന് 6 ആയിരിക്കും, പിന്നെ പോകുമ്പോൾ 1100-ന് 0 ആയിരിക്കും. 4-4 വീതം കൂട്ടിപ്പോവുക. പിന്നെ അതുപോലെ ഉള്ളത് ഡേയ്സിനെ ഓർക്കാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. അതായത് സൺഡേ 1, മൺഡേ 2, ട്യൂസ്ഡേ 3, വെനസ്ഡേ 4, തേഴ്സ്ഡേ 5, ഫ്രൈഡേ 6, സാറ്റർഡേ 0. ഇത്രയും കാര്യങ്ങൾ ഓർത്തുന്നതാണ്. അതും ഓർക്കാൻ എളുപ്പമാണ്. സൺഡേയിലാണ് തുടങ്ങുന്നത്. സൺഡേ തുടങ്ങുക, സാറ്റർഡേ 1 തീരുക. ആ കറക്റ്റ് ഓർഡർ തന്നെ 1, 2, 3, 4, 5, 6, 0. ഇനി ഈ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ 4th June 1783 എന്ന് പറയുന്നത് വെനസ്ഡേ ആണോ, ട്യൂസ്ഡേ ആണോ, തേഴ്സ്ഡേ ആണോ, മൺഡേ ആണോ? ഇത് 4 ഓപ്ഷൻസ്. ഏത് ഓപ്ഷൻ ആണെന്നുള്ളതാണ്, ഏത് ദിവസമാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇത്രയും സ്റ്റെപ്പേ ഉള്ളൂ ഓർക്കാൻ. ഡേറ്റിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക. ഓഡ് ഡേ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് മന്തിന്റെ കോഡ് എടുത്ത് എഴുതുക, പിന്നെ സെഞ്ചുറി കോഡ് എഴുതുക, പിന്നെ ഇയർ ഡിവൈഡ് ബൈ 7. ഇയർ ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ ഈ 1700-ന്റെ പോയി 17 പോയി, ബാക്കി 83-യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പിന്നെ ബാക്കി അത് എന്നിട്ട് അതിന്റെ റിമൈൻഡർ എടുക്കുക. 83-യെ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ എത്രയാണോ ഹരണഫലം വരുന്നത്, ശിഷ്ടമല്ല, ഹരണഫലം എത്രയാണോ വരുന്നത്, കോഷ്യന്റ് എത്രയാണോ വരുന്നത്, അതെടുക്കുക.
എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പം 4th ജൂൺ 1783 ആണ്. അപ്പൊ ഡേറ്റ് വരുമ്പോൾ ഡേറ്റില് 4നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡേറ്റ് ഡിവൈഡ് ബൈ 7. 4നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്രയാണോ ശിഷ്ടം എത്രയാണോ അതാണ് കൂട്ടേണ്ടത്. അപ്പൊ 4ന്റെ വരുമ്പോൾ ശിഷ്ടം 4ആണ്, കാരണം 7 പോവുകയില്ല. അപ്പൊ പിന്നെ 0 മുതൽ 4 വരെയാണ്. പിന്നെ ജൂണിന്റെ മന്ത് കോഡ് ഏതാണെന്നുള്ളത്. ജൂണിന്റെ മന്ത് കോഡ് എന്ന് പറയുന്നത് 5ആണ്. 5ആണ് ജൂണിന്റെ മന്ത് കോഡ്. അപ്പം മന്ത് 5. സെഞ്ചുറി കോഡ്, സെഞ്ചുറി ഇവിടെ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 17 ആണ്. 17 സെഞ്ചുറി കോഡിന്റെ 4ആണ്. അത് നമുക്ക് ഇവിടെ നിന്ന് എഴുതാം. 1700ന്റെ 4. പിന്നെ വരുന്നത് 83 ആണ്. 83യെ ആദ്യം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റിമൈൻഡർ എത്രയെന്ന് എടുക്കുക. അപ്പൊ 11 7 77, 6 റിമൈൻഡർ വരും. പിന്നെ 83യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന്റെ കോഷ്യന്റ് എത്രയാണെന്ന് എടുക്കുക. 20 ഗുണം 4 20 × 4 ആണ് 80. അപ്പം അതിന്റെ റിമൈൻഡർ അല്ല കോഷ്യന്റ് എടുക്കുക, എന്നിട്ട് ഇത് ടോട്ടൽ ആഡ് ചെയ്യുക. 10 15 4 19, 2 1 3 39. എന്നിട്ട് ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 5 35, റിമൈൻഡർ 4. ഈ 4 എന്ന് പറയുന്ന നമ്പർ വരുന്ന ദിവസമായിരിക്കും നമ്മുടെ ഉത്തരം. വെനസ്ഡേ 4. ഇതാണ് ഉത്തരം. ഇങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ വേറെ 1-2 രീതിയുണ്ട്, പക്ഷെ ഇത് ഓർത്തിരിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുകയാണ്. രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പറയാം. ഡേറ്റിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 ആയിരുന്നുകൊണ്ട് 4നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം റിമൈൻഡർ വന്നിരിക്കുന്നത് 4ആണ്. പിന്നെ മന്ത് കോഡ് എടുത്തെഴുതുക. മന്ത് കോഡ് ഇവിടെ ജൂണിൻ്റെത് 5ആണ്. നമ്മൾ 5 എടുത്തെഴുതി. ഫൈൻഡ് സെഞ്ചുറി കോഡ്. സെഞ്ചുറി 1700 ആണ്. 1700ന്റെ 4 ആണ്. പിന്നെ ഇയർ ഡിവൈഡഡ് ബൈ 7. ഇയർ എന്ന് പറയുന്നത് 83 ആണ്. ഇയർ 83 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 6 ആണ്. ഇവിടെ റിമൈൻഡർ ആണ് ഇവിടെ വരുന്നത്, ഇവിടെ കോഷ്യന്റ് ആണ് വരുന്നത്. 83 പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 20 വരും. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 26 30 35 39. ഈ 39നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 × 5 35 39 35 പോയ 4ന് വരുന്ന ദിവസം വെനസ്ഡേ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കിത് അടുത്ത ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. 18th ഡിസംബർ 1783. ഇതെങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. 18th ഡിസംബർ. അപ്പം ഡേ നമ്മൾ എഴുതുന്നു. ഡേ നമ്മുടെ 18th ആണ്. 18th നമുക്ക് ചെയ്യാനുള്ളത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 2 14, ശിഷ്ടം റിമൈൻഡർ 4. അടുത്തത് മന്ത് കോഡ്. ഡിസംബറിന്റെ 6 ആണ്. ഡിസംബർ 6. പിന്നെ ഫൈൻഡ് സെഞ്ചുറി കോഡ് 1783. 1700ന്റെ 4. 83 നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ 83 ഡിവൈഡഡ് ബൈ 7. 11 7 77 77 6 53. 83 ഡിവൈഡഡ് ബൈ 4 20. ടോട്ടൽ വരുന്ന 20 26 4 30 36 4 40 ആണ്. 40നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 40 7 7 5 35, ശിഷ്ടം 5. 5 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. നമ്മുടെ ഉത്തരം തേഴ്സ്ഡേ.
ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് 15 ജൂലൈ 2008. പഴയതുപോലെ ഇത് ഏത് ദിവസം വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ തന്നിരിക്കുന്ന ട്യൂസ്ഡേ, മൺഡേ, വെനസ്ഡേ, സൺഡേ. ഓപ്ഷന്റെ അനുസരിച്ച് ആദ്യത്തെ രീതിയിൽ തന്നെ ചെയ്യുക. നമ്മുടെ ഡേയ്സ് 15 ഡേ 15 ആയപ്പോൾ 7 2 14, ഒരു ദിവസം ശിഷ്ടം വരും. ജൂലൈയുടെ 0, പിന്നെ 2000 ആണ്. 2000ന്റെ 6, പിന്നെ വരുന്ന 8. 8നെ ആദ്യം 7 കൊണ്ട് ഭാഗിക്കുക, 1 ശിഷ്ടം. 8നെ 4 കൊണ്ട് ഭാഗിക്കുക, 2 കോഷ്യന്റ് വരും. അപ്പൊ 2 2 1 3 6 3 9 10. 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 7 ശിഷ്ടം 3. 3 എന്ന് പറയുന്നത് ട്യൂസ്ഡേ. ഇതിപ്പം ഇത് ചെയ്യാൻ പഠിച്ചല്ലോ. അത് നമ്മളത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി അടുത്ത വേറൊരു ടൈപ്പ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത് അടുത്ത ടൈപ്പാണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പം ഒരു ദിവസം അതിന്റെ തീയതി തരും, എന്നിട്ട് അടുത്ത ദിവസം തന്നിട്ട് അതിന്റെ തീയതി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഇത് ഒരു ദിവസം തീയതി വരുമ്പോൾ ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇഫ് 2 October 2003 is Thursday, then which day will be 15 July 2010? ഈ രീതി വെച്ച് നമുക്കത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 October 2003 തേഴ്സ്ഡേ എന്നുള്ളത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് തന്നിരിക്കുന്ന തേഴ്സ്ഡേ തന്നെ ആണെങ്കിൽ, സാധാരണ ചിലപ്പോൾ തേഴ്സ്ഡേ ശരിയായിരിക്കും, ചില സമയത്ത് തേഴ്സ്ഡേ ശരിയായിരിക്കില്ല. അവർ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് മാറും. അപ്പൊ 2 സാമ്പിളും നമുക്ക് ഓരോന്ന് ചെയ്തു നോക്കാം. അപ്പം 2 October 2003 നമുക്കൊന്ന് ചെയ്തു നോക്കാം. 2 October 2003 ആകുമ്പോൾ അപ്പൊ ഡേ വരുമ്പോൾ ഡേ വരുമ്പോൾ 2 ഒക്ടോബർ വരുമ്പോൾ 1, പിന്നെ വരുന്നത് ഫൈൻ സെഞ്ചുറി കോഡ്. സെഞ്ചുറി കോഡ് 2000ന്റെ സെഞ്ചുറി കോഡ് എന്ന് പറയുന്നത് 6 പിന്നെ 3ന് 3/7 ആകുമ്പോൾ റിമൈൻഡർ 3. 3നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്വോഷ്യന്റ് ഒന്നും കിട്ടത്തില്ല, 0 ആണ്. അപ്പൊ 6 3 9 10 2 12 വരുന്നത്. 12നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 1 7 7 ശിഷ്ടം 5. 5 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. ഇഫ് 2 October 2003 ഈസ് തേഴ്സ്ഡേ, അപ്പൊ തേഴ്സ്ഡേ ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 ജൂലൈ നമ്മുടെ ഈ നോർമൽ രീതി തന്നെ വെച്ച് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഇനി 15 ജൂലൈയുടെ നമുക്ക് നോക്കാം. 15 ജൂലൈയുടെ വരുമ്പോൾ ഡേ 15 15 7 2 14. 14 നിന്ന് 15 1 പോയാൽ 15 14 പോയാൽ ശിഷ്ടം 1. ജൂലൈയുടെ വരുന്നത് 0 ആണ് വരുന്നത്. പിന്നെ വരുന്നത് 2000ന്റെ 6, പിന്നെ വരുന്നത് 10. 10/7 എന്ന് പറയുമ്പോൾ 1 ശിഷ്ടം 3. 10/4 4 2 8. 3 2 5 6 5 11 12. 12നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 1 7 7 5 12. 5 എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും
തേഴ്സ്ഡേ, ബുധനാഴ്ച അല്ല വ്യാഴാഴ്ച തന്നെയാണ്. അപ്പോൾ തേഴ്സ്ഡേ ആണ് നമ്മുടെ ഉത്തരം. ഇത് കറക്റ്റാണ്, തേഴ്സ്ഡേ. അപ്പൊ അത് ആദ്യം ഇതിപ്പോ നമുക്ക് ന്യായമായിട്ട് ഒരു സംശയം തോന്നാം, ഈ ഡേറ്റ് കാണണം, നമുക്ക് ഈ ഡേറ്റിലേക്ക് പോയാൽ പോരെ എന്നൊരു സംശയം തോന്നും. നമ്മൾ 15 ജൂലൈ 2016 കണ്ടാൽ മതിയല്ലോ. പക്ഷെ മറ്റേ നിങ്ങളുടെ കണ്ടീഷൻ പറയുമ്പോൾ ആ കണ്ടീഷൻ ചിലപ്പോൾ എല്ലാ കേസുകളിലും ശരിയാവണമെന്നില്ല. അടുത്ത കേസിൽ ഇഫ് 13 December 1969 is a Saturday, then which day will be 9th July 1978? അപ്പം നമുക്ക് 13 December 1969 നോക്കാം. അപ്പൊ ഡേയ്സ് വരുമ്പോൾ 13 7 6 13 6 ദിവസം വ്യത്യാസം വരും. ഡിസംബറിന്റെ 6 അപ്പൊ ഡേറ്റ് ഡിവൈഡ് ബൈ 7 6, മന്ത് കോഡ് ഡിസംബർ 6, സെഞ്ചുറി കോഡ് 1900. 1900 എന്ന് പറയുമ്പോൾ 0 ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 69 എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. 69 എന്ന് പറയുമ്പോൾ 97 63 6 69, പിന്നെ 69/4 15 4 60 16 64 4 68 17 17 6 23 6 29 6 35. ഈ 35നെ നമ്മൾ 7 കൊണ്ട് ഭാഗിക്കുമ്പം 7 5 35 ആണ്. 0. ശരിക്ക് ഈ ഡേറ്റ് വരുന്നത് 0 എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതാണ് നമുക്ക് നോക്കാം. അടുത്ത ഏത് വരും നോക്കാം. അടുത്തത് then which day will be 9 July 1978? 9 ഡേറ്റിൽ വരുമ്പോൾ 9 2 ദിവസം വരും. ജൂലൈക്ക് 0 പിന്നെ വരുന്നത് 1900 ആണ്. 1900-ന് 0 പിന്നെ 78 ഡിവൈഡ് ബൈ 7 11 77 1 റിമൈൻഡർ 78 ഡിവൈഡഡ് ബൈ 4 19 19 20 22 22 ആയപ്പം ഡിവൈഡഡ് ബൈ 7 7 3 21 1 സിസ്റ്റം. ഇത് ശരിക്ക് ഉത്തരം സൺഡേ ആണ്. തന്നിരിക്കുന്ന ഡേറ്റ് എല്ലാം ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം സൺഡേ ആയിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത വേറൊരു ടൈപ്പ് നോക്കാം. വേറെ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡേറ്റും മന്തും സെയിം ആയിട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് 19 ഫെബ്രുവരി 2013 മൺഡേ ആണെങ്കിൽ 19 ഫെബ്രുവരി 2025 ഏത് ദിവസമായിരിക്കും? 19 ഫെബ്രുവരി 2025 ഏത് ദിവസം? നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. കാരണം ഇവർ പറഞ്ഞിരിക്കുന്നത് 19 ഫെബ്രുവരി 2013 മൺഡേ ആണെങ്കിൽ, മൺഡേ ആകണമെന്നുമില്ല ആയിക്കൂടാന്നുമില്ല. അതുകൊണ്ട് മൺഡേ ശരിയാകാം, ചിലപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ ആകാം. കറക്റ്റ് ശരിക്കുള്ള കലണ്ടർ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ട്യൂസ്ഡേ വെനസ്ഡേ ആകാം, അല്ലെങ്കിൽ മൺഡേ ആകാം. മൺഡേ ആണെങ്കിൽ 19 ഫെബ്രുവരി 2013 മൺഡേ ആണെങ്കിൽ 19 ഫെബ്രുവരി 2025 ഏത് ദിവസമായിരിക്കും? അപ്പൊ നമ്മൾ ഒറിജിനൽ രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന്റെ ശരിയായിട്ടുള്ള ഡേറ്റ് വെച്ചാൽ ചിലപ്പോൾ ശരിയായില്ല എന്ന് വരും. അതായത് കറക്റ്റ് അതാകണമെന്നില്ല. കാരണം മൺഡേ എന്നുള്ളത് ചിലപ്പോൾ തെറ്റായിട്ട് അവർ തന്നിരിക്കുന്നതായിരിക്കും മൺഡേ. അങ്ങനെ മൺഡേ ആണെങ്കിൽ 19 ഫെബ്രുവരി 2025 മൺഡേ ആണെന്ന് അവർ പറയുന്നില്ല. മൺഡേ ആണെങ്കിൽ 2025 ഫെബ്രുവരി ഏത് ദിവസമായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് നമ്മൾ എല്ലാത്തിനും ഒന്നും ഓടി നടക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
ഓരോ ഇതിന്റെ ഓരോ വർഷത്തിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഡേറ്റ് സെയിം ആണ്, മന്ത് സെയിം ആണ്, വർഷങ്ങൾക്ക് മാത്രം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2013 എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. 1 14 1 15 1 16 1 പിന്നെ ലീപ്പ് ഇയർ ആണ്, അതുകൊണ്ട് ഒന്നുകൂടെ വരും. 17 1 18 1 19 1 20 1 ലീപ്പ് ഇയർ 1 21 1 22 1 23 1 24 1 ലീപ്പ് ഇയർ 1. പിന്നെ പറഞ്ഞിരിക്കുന്നത് 25 കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് മൊത്തം ഒന്ന് കൂട്ടി നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 3 ലീപ്പ് ഇയറിന്റെ ആയതുകൊണ്ട് 3 കൂടെ 12 പ്ലസ് 3 15. അത് ഇങ്ങനെ എടുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് സമയം പോകും. അതിനേക്കാൾ നല്ലത് നമുക്ക് പെട്ടെന്ന് ഇവിടെ ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. 12 നമ്മുടെ ഇവിടെ കിട്ടിയ അതേ 12 തന്നെ, അതായത് ഈ 12 തന്നെ 25 13. പിന്നെ ഈ 12 വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കുക. അതിന് 12 ഭാഗം 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ വരുന്നത്. അപ്പം 3 4 × 3 12 3 12. അങ്ങനെയാണ് 12 3 15 വന്നിരിക്കുന്നത്. ഈ 15 ഓഡ് ഡേയ്സിനെ നമ്മൾ 7 കൊണ്ട് ഭാഗിക്കുക. 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ സിസ്റ്റം വരുന്നത് 1. ഒരു ദിവസം കൂടെ ഇതിന്റെ കൂടെ കൂട്ടുമ്പോൾ മൺഡേയുടെ കൂടെ ഒരു ദിവസം കൂടെ കൂട്ടുക. അതായിരിക്കും നമ്മുടെ ഉത്തരം, അതായത് ട്യൂസ്ഡേ. മനസ്സിലായിക്കോണമെന്ന് തോന്നുന്നു. ഈ നമ്മൾ ഓരോ വർഷവും എഴുതി ആ ഗ്യാപ്പ് കാണാൻ പോകാതെ ഇങ്ങനെ എളുപ്പം ഈ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. 2 വർഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. അത് 12, അത്രയും 12 ഓഡ് ഡേയ്സ് ഉണ്ട്. ഈ 12 വർഷങ്ങളാണെന്നുണ്ടെങ്കിൽ 12 വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് കാണുക. 12 വർഷത്തിൽ 12 ഡിവൈഡ് ബൈ 4 3 ലീപ്പ് ഇയേഴ്സ് ഉണ്ട്. അങ്ങനെ മൊത്തം 12 3 15 ഓഡ് ഡേയ്സ് വന്നിട്ടുണ്ട്. ഈ 15നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിസ്റ്റം വരുന്നത് 1. ആ മൺഡേയുടെ കൂടെ ഒരു ദിവസം കൂടെ കൂട്ടി അടുത്ത ദിവസം ഏതാണ്ടാകുന്നത് ട്യൂസ്ഡേ. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടെ നിർത്തി ഒന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് വേറൊന്നും കൂടെ ചെയ്തു നോക്കാം. അതായത് 16 മാർച്ച് 2018 ഫ്രൈഡേ ആണെങ്കിൽ 16 മാർച്ച് 2024 ഏത് ദിവസമായിരിക്കും എന്നുള്ളത് പഴയ രീതിയിൽ തന്നെ നമുക്ക് നോക്കാം. 18 6 24 6 ദിവസമുണ്ട്. ഇതിൽ നമുക്ക് 6 നേരത്തെ പറഞ്ഞനുസരിച്ച് 6നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 വരും, 2 സിസ്റ്റം വരും. അപ്പൊ ലീപ്പ് ഇയർ ഈ കണക്ക് വെച്ച് നോക്കിയാൽ 1 വരും. പക്ഷെ ഇത് ചെറുതായതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം. 18 19 20 ലീപ്പ് ഇയർ ആണ്. 21 22 23 24 ലീപ്പ് ഇയർ ആണ്. അങ്ങനെ 2 ലീപ്പ് ഇയർ വരുന്നുണ്ട് ഇതിൽ. നമ്മുടെ ഈ കാൽക്കുലേഷൻ എപ്പോഴും ശരിയാകണമെന്നില്ല. നമ്മൾ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവും. പക്ഷെ വർഷങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതായിരിക്കും ഒന്നുകൂടെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പൊ ഇങ്ങനെ 6 2 8 ലീപ്പ് ഇയർ 8 ഓഡ് ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പൊ 8നെ നമ്മൾ 7 കൊണ്ട് ഭാഗിക്കുക. 1 7 1 റിമൈൻഡർ വരുന്നത്. 1 റിമൈൻഡർ വരുമ്പോൾ ഫ്രൈഡേയുടെ കൂടെ ഒരു ദിവസം കൂടെ കൂട്ടും. ഫ്രൈഡേയുടെ കൂടെ ഒരു ദിവസം കൂടെ കൂട്ടുമ്പോൾ സാറ്റർഡേ. ഫ്രൈഡേ പ്ലസ് 1 സാറ്റർഡേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. 24 മൈനസ് 18 2024 2018 മുതൽ 2024 വരെയാണ് പറയുന്നത് സിസ്റ്റം. 24 മൈനസ് 18 എന്നുള്ളത് 6 എന്നിട്ട് ഈ 6 വർഷങ്ങളിൽ എത്ര ലീപ്പ് ഇയർ ഉണ്ടെന്ന് നോക്കുക. അത് കണക്കൂട്ടി നോക്കുമ്പോൾ ശരിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ശരിയാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ലീപ്പ് ഇയർ ഒന്ന് എടുത്തു നോക്കുക. അപ്പം 20 24 ലീപ്പ് ഇയേഴ്സ് ആണ്. അതുകൊണ്ട് 2 ലീപ്പ് ഇയർ ആണുള്ളത്. മൊത്തം 6 2 8. ഈ 8നെ 7 കൊണ്ട് ഭാഗിക്കുക. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരും.
ഈ ഫ്രൈഡേയുടെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യുക. ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ ഫ്രൈഡേ +1 സാറ്റർഡേ. സാറ്റർഡേ ആണ് അതിന്റെ ഉത്തരം. ഓക്കെ, ഇതൊരു ഫ്രീ ഓൺലൈൻ ക്ലാസ് ആണ്. SSCക്ക് അപ്പിയർ ചെയ്യുന്നവരെയും ബാങ്ക് എക്സാം എഴുതുന്നവരെയും ഉദ്ദേശിച്ച്, പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ, അതായത് ഹയർ സ്റ്റഡീസിനൊക്കെ എൻട്രൻസ് ടെസ്റ്റ് അങ്ങനെയുള്ളവർക്കൊക്കെ സാധാരണ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഫ്രീ ആണ്. താല്പര്യമുള്ളവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇനിയും എടുത്ത ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ഇത് പഠിക്കാൻ സൗകര്യമായിരിക്കും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.